ജനുവരി 30 സമാധാന ദിനാചരണം എന്ന പേരിൽ ലോകം മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിനമാണല്ലോ ഇന്ന്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വധത്തിനോടനുബന്ധിച്ച് അതിന്റെ സ്മരണയുമായിട്ട് കൂട്ടിക്കലർത്തി ലോക സമാധാന ദിനം എന്ന രീതിയിൽ ലോകരാഷ്ട്രങ്ങൾ ആചരിക്കുന്നത് തന്നെ ഭാരതത്തിനോടുള്ള പ്രത്യേക മതിപ്പും ആദരവും പ്രകടിപ്പിക്കുന്നതായിട്ട് വേണം നാം മനസ്സിലാക്കാൻ. ഈ മതിപ്പും ഈ ആദരവും നമുക്ക് അർഹമായി തീരണം എന്ന് വരികിൽ നാം ലോകത്തിന് ഈടുറ്റ സംഭാവന സമാധാനത്തിനോടനുബന്ധിച്ച് നൽകാനുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നിഷ്പക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തിൽ നിന്ന് സമാധാനത്തിന്റെ ചിന്തകളും സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വലിയ വിഷമമില്ല. ആ പ്രതീക്ഷയെ ഭംഗപ്പെടുത്താതെ വളരെ കരുതലോടുകൂടെ നാം നീങ്ങേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നേ ദിവസം ഭാരതീയരായ നമ്മെ ഓരോരുത്തരെയും. ഈ ദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സഭാമാതാവ് വളരെ പ്രസക്തമായ ഒരു ഭാഗം സുവിശേഷമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് തന്റെ പിതാവിന്റെ പക്കലേക്ക് പോകുന്നതിന് മുമ്പ് ഉള്ള വിടവാങ്ങൽ സമ്മേളനത്തിൽ വെച്ച് ശിഷ്യന്മാർക്കും അതുവഴി ലോകത്തിന് പൊതുവേയും ആശംസ നേരുകയാണ്. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്കായിട്ട് നൽകുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്കായിട്ട് നൽകുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്നും യേശു കൂട്ടിച്ചേർക്കുമ്പോൾ യേശുവിന് സമാധാനത്തെപ്പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ട് എന്ന് അതിൽ നിന്ന് വ്യക്തമാകുന്നു. ചിന്തിച്ചു വരുമ്പോൾ യേശുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് സമാധാനം എന്നുള്ളത് നീതിനിഷ്ഠമായിട്ടുള്ള ഒരു ജീവിത ശൈലിന്റെ പ്രകാശനമായിട്ട് വരുന്ന ഒരു അനുഭവമായിട്ട് തീരണം സമാധാനം എന്നുള്ളതാണ് യേശുവിന്റെ ദർശനം. നീതി എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണത ഉൾക്കൊള്ളുന്ന ഒരു മൂല്യമാണ് എന്ന് വരികിൽ തന്നെ സാധാരണ രീതിയിൽ ഉചിതമായത് ഉചിതമായ സമയത്ത് ഉചിതമായ വിധത്തിൽ നിർവഹിക്കാൻ ഇടവരിക എന്നുള്ളത് നീതിയുടെ സാമാന്യമായിട്ടുള്ള ഒരു ശൈലിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെയും എനിക്ക് ഉചിതമായിട്ടുള്ളത് നിനക്ക് ഉചിതമാകണം എന്നില്ല. ഇവിടെ വീണ്ടും നാം പൊതുവായിട്ടുള്ള മനുഷ്യർക്ക് പൊതുവെ ശരിയാണ് എന്ന് അംഗീകരിക്കപ്പെടാവുന്ന ഒരു പൊതുമൂല്യ സംഹിതയിലേക്ക് നാം അവശ്യം കടന്നു ചെല്ലേണ്ടതുണ്ട്. അത് മാനുഷിക മൂല്യങ്ങളുടെ ആ കലവറയിലേക്ക് നാം എത്തി നോക്കണം. എങ്കിലേ നീതിപൂർവമായിട്ടുള്ള ഒരു ജീവിതശൈലി പ്രായോഗികമായിട്ട് നമുക്ക് നടത്താനാവൂ. മാനുഷിക മൂല്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ സത്യസന്ധത, സ്നേഹം, സാഹോദര്യം എന്നൊക്കെ പറയുന്നത് അതിന്റെ അടിസ്ഥാന ചില സംവിധാനങ്ങളാണ്. ഈ മൂല്യങ്ങളാൽ താങ്ങപ്പെടുന്നതും അതിന്റെ തണലിൽ വളരുന്നതുമായിട്ടുള്ള നീതിബോധം ഉൾക്കൊള്ളുന്ന പ്രവർത്തന ശൈലി, ഈ മൂല്യങ്ങളോടുകൂടെ വിവേകവും ക്ഷമയും സഹിഷ്ണുതയും ഒക്കെയുള്ള പ്രായോഗികമായിട്ടുള്ള ചേരുവകൾ കൂടിച്ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രായോഗിക ജീവിതത്തിൽ നീതിയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് ആസ്വാദ്യജനകമായി ജനങ്ങൾക്ക് അനുഭവിക്കാൻ ഇടവരുകയുള്ളൂ. ആ പ്രവർത്തനങ്ങളുടെ അവശ്യമായിട്ടുള്ള ഫലമാണ് സമാധാനമായിട്ട് യേശുക്രിസ്തു പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതവും മൂല്യങ്ങളുടെ മാതാവായിട്ട് അംഗീകരിക്കപ്പെടുന്ന നീതിയിൽ അടിയുറച്ചതും അങ്ങനെ പ്രായോഗികമായിട്ട് വിവേകത്താൽ ഭരിക്കപ്പെടുന്നതും ക്ഷമയാൽ പരിശീലിപ്പിക്കപ്പെടുന്നതും സഹിഷ്ണുതയാൽ പ്രവർത്തന നിരതമാകുന്നതുമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി വ്യക്തികളിൽ രൂപപ്പെടേണ്ടതുണ്ട്. ആ ശൈലി കുടുംബങ്ങളിൽ വ്യാപൃതമാകേണ്ടതുണ്ട്. ആ ശൈലി സമൂഹത്തിൽ വ്യാപിക്കേണ്ടതുണ്ട്. ഈ ശൈലിയാണ് രാജ്യങ്ങളിലും രാജ്യാന്തരങ്ങളിലും പ്രകാശിതമാകേണ്ടത്. അങ്ങനെ പ്രകാശിതമാകുമ്പോൾ അനുഭവിക്കാൻ ഇടവരുന്ന ഒരു അനുഭൂതിയാണ് സമാധാനം. ഈ സമാധാനം അനുഭവിക്കണമെന്ന് വരികിൽ ആദ്യമായിട്ടും അധികമായിട്ടും വ്യക്തികളിൽ മൂല്യത്തിൽ അടിയുറച്ച നീതിനിഷ്ഠമായിട്ടുള്ള ജീവിതശൈലി അവശ്യം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന സത്യം
ഇന്നേ ദിവസം നമുക്ക് മറക്കാതിരിക്കാൻ ശ്രമിക്കാം.